വെൽക്കം ടു അമിയാസ് കിച്ചൻ. എല്ലാവർക്കും സുഖാന്ന് കരുതുന്നു. ഇന്ന് നമുക്ക് സിമ്പിളായിട്ട് വളരെ കുറഞ്ഞ ചേരുവകൾ ഉപയോഗിച്ചും തയ്യാറാക്കിയെടുക്കാൻ പറ്റുന്ന നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു പലഹാരത്തിൻ്റെ റെസിപ്പി പരിചയപ്പെടാം. അപ്പോൾ നമുക്ക് നോക്കാം ഇതെങ്ങനെ തയ്യാറാക്കുന്നതാണ്. ഇത് തയ്യാറാക്കിയെടുക്കാൻ വേണ്ടി ഞാനിവിടെ ഒരു 3/4 കപ്പ് നാളികേരം എടുത്തിട്ടുണ്ട്. നാളികേരം ഇനിയിപ്പോൾ കുറച്ച് കുറേ ചെയ്യുമെന്ന് വിചാരിച്ചിട്ട് കുഴപ്പമൊന്നുമില്ല. ഇനി ഇതിലേക്ക് നമുക്ക് മധുരത്തിന് ആവശ്യമായിട്ടുള്ള പഞ്ചസാര ചേർത്ത് കൊടുക്കാം. അതിൻ്റെ ഒപ്പം തന്നെ നമുക്ക് ഇതിലേക്ക് കുറച്ച് നട്ട്സും ഡ്രൈ ഫ്രൂട്ട്സും ചേർത്ത് കൊടുക്കാം. അപ്പോൾ നട്ട്സ് നമുക്ക് നമ്മളെ കയ്യിൽ ഏത് നട്ട്സാണ് ഉള്ളതെന്ന് വെച്ചാൽ അത് ജസ്റ്റ് ഒന്ന് കട്ട് ചെയ്തിട്ട് ചേർത്ത് കൊടുത്താൽ മതി. പിന്നെ ഉണക്കമുന്തിരിയാണ് ഞാനിപ്പോൾ ഇവിടെ എടുത്തിട്ടുള്ളത്. കറുത്ത ഉണക്കമുന്തിരി ചേർത്ത് കൊടുക്കുമ്പോൾ കുറച്ചും കൂടി നല്ല ടേസ്റ്റാണ്. അതല്ലെങ്കിൽ ഈത്തപ്പഴം ഉണ്ടെങ്കിൽ അത് ജസ്റ്റ് ഒന്ന് കട്ട് ചെയ്തിട്ട് ചേർത്ത് കൊടുത്താലും മതി. ഇനിയിപ്പോൾ ഇതൊന്നും ഇല്ലാന്നുണ്ടെങ്കിൽ ഒരിക്കലും കുഴപ്പമൊന്നുമില്ല. ചേർത്ത് കൊടുക്കുകയാണെങ്കിൽ അത് കടിക്കുമ്പോൾ നല്ല ടേസ്റ്റി ആയിരിക്കുള്ളൂ. അപ്പോൾ ഉണ്ടെന്നുണ്ടെങ്കിൽ ചേർത്ത് കൊടുക്കുക, അതല്ലെങ്കിൽ നമുക്കത് ഒഴിവാക്കാം. ഇനി നമുക്ക് ഇതിലേക്ക് വേണ്ട മെയിൻ ഇൻഗ്രീഡിയൻ്റ് എന്ന് പറയുന്നത് കോൺഫ്ലെക്സ് ആണ്. ഞാനിപ്പോൾ ഇവിടെ ഒരു 3 കപ്പ് കോൺഫ്ലെക്സ് എടുത്തിട്ടുണ്ട്. അപ്പോൾ അത് നമുക്ക് ഈ പാത്രത്തിലേക്ക് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് ഇത് നന്നായിട്ട് തന്നെ ഒന്ന് തിരുമ്പി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കണം. നമ്മൾ കോൺഫ്ലെക്സ് പല രീതിയിൽ കഴിക്കാറുണ്ട്. പാലിലിട്ടും ജ്യൂസ് അടിച്ചും ഐസ്ക്രീമിലൊക്കെ ഇട്ടിട്ട്. പക്ഷേ ഈ രീതിയിൽ കഴിക്കാൻ ചാൻസ് കുറവാണ്. നമ്മൾ കൂടുതലും ഈ രീതിയിൽ അവലും പൊരിയൊക്കെ കഴിക്കാറ്. പക്ഷേ കോൺഫ്ലെക്സ് ഈ രീതിയിൽ തയ്യാറാക്കിയെടുക്കുമ്പോൾ അവലും പൊരിയൊക്കെ കഴിക്കുന്നതിലും നല്ല ടേസ്റ്റാണ്. പിന്നെ ഉണ്ടാക്കിയ ആ ഒരു ക്രിസ്പിനെസ് പോണതിന് മുന്നേ തന്നെ കഴിക്കണം, എന്നാലേ അതിൻ്റെ കറക്റ്റ് ടേസ്റ്റ് കിട്ടുള്ളൂ. അപ്പോൾ ഇപ്പോൾ ഇത് റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഇത്രയേ ഉള്ളൂ. സിമ്പിളായിട്ട് നമുക്ക് കുട്ടികൾക്കൊക്കെ പെട്ടെന്ന് തയ്യാറാക്കി കൊടുക്കാൻ പറ്റുന്ന ഒരു പലഹാരമാണ്. ചായയുടെ കൂടെയൊക്കെ കഴിക്കാൻ നല്ല ടേസ്റ്റാണ്. അപ്പോൾ പറ്റുകയാണെങ്കിൽ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് തീർച്ചയായിട്ടും നിങ്ങളുടെ അഭിപ്രായം അറിയിക്കുക. ഇഷ്ടപ്പെട്ടാൽ ഫാമിലീസിനും ഫ്രണ്ട്സിനും ഷെയർ ചെയ്യാൻ മറക്കരുത്. അതുപോലെ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. താങ്ക്